രാവിലെ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഇവൻ ദേ ഫോണും നോക്കി ഇങ്ങനെ കിടക്കുന്നത്. ഐ ലവ് യു ബബ്ബുക്കുട്ടൻ. സത്യം ഉറപ്പാണോ? കേട്ടില്ല. സാറിന് എന്നാൽ പിന്നെ ഒന്നും വെറുപ്പിച്ചില്ല. എനിക്കൊരു മനസ്സമാധാനം കിട്ടാത്തതാണ് കേട്ടോ. ഞാൻ ചുമ്മാ അവനെ ഇങ്ങനെ വിളിച്ച് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ആളൊരു ഫോൺ അഡിക്റ്റ് ഒന്നുമല്ല, കുറച്ച് നേരം ഒരു എൻ്റർടൈൻമെൻറ്റിന് കൊടുത്തതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്കാട്ടോ പോയത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എൻ്റെ ത്രോട്ട് കുറച്ച് പ്രശ്നമായിട്ടിരിക്കുകയാണ്. അപ്പം നല്ല ത്രോട്ട് പെയിനൊക്കെ ഉണ്ടായിരുന്നു. അതിന് വലിയ കുറവൊന്നും വന്നില്ല കഴിഞ്ഞ വട്ടം ഹോസ്പിറ്റലിൽ പോയിട്ടും. സോ എഗെയിൻ ENTനെ കാണാനായിട്ട് വന്നതാണ് കേട്ടോ. ഈ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാലുള്ള കാര്യം പറയണ്ടല്ലോ, ഇരുന്നിരുന്ന് നമ്മളിങ്ങനെ വേരിറങ്ങും. അപ്പോൾ ഡോക്ടറെ കണ്ടിറങ്ങിയപ്പോൾ ബ്ലഡ് ടെസ്റ്റിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബ്ലഡ് ടെസ്റ്റൊക്കെ കിട്ടി വരാൻ കുറച്ച് ടൈം എടുത്തപ്പോൾ നമ്മളൊന്ന് പുറത്തൊക്കെ പോയി വന്നു. പിന്നെ ഡോക്ടറിനെ കണ്ടു. മെഡിസിൻ വാങ്ങാനുള്ള ഇരിപ്പാണ്. ഈ ഇരിപ്പെന്ന് പറയുന്നത് വിശന്നിട്ടാണ് ഈ കുടലേരിയെന്ന് ബബ്ബു ഒരു പരുവമായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.